ഷാർജയിലെ അതുല്യയുടെ ദുരൂഹമരണത്തിൽ ഭർത്താവ് സതീഷിന്റെ മുൻകൂർ ജാമ്യം കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി റദ്ദാക്കി. മുൻകൂർ ജാമ്യം റദ്ദാക്കിയതോടെ പ്രതി സതീഷ് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരായി. നേരത്തെ സതീഷിനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തെങ്കിലും മുൻകൂർ ജാമ്യത്തെ തുടർന്ന് വിട്ടയക്കുകയായിരുന്നു. ആത്മഹത്യാ പ്രേരണയ്ക്കുള്ള വകുപ്പുകൾ പ്രോസിക്യൂഷൻ ചേർക്കാത്തതിൽ കോടതി നിരാശയും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസാണ് അതുല്യയുടെ മരണം. ഷാർജയിൽ വെച്ചായിരുന്നു ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. അതൊരു ദുരൂഹ മരണമാണ് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് ആ കുടുംബം. എന്തായാലും അതുല്യയുടെ ദുരൂഹ മരണത്തിൽ ഭർത്താവ് സതീഷിന്റെ മുൻകൂർ ജാമ്യം ഇപ്പോൾ റദ്ദാക്കിയെന്ന വാർത്തയാണ് പുറത്ത് വരുന്നത്. കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യം റദ്ദാക്കിയത്. മുൻകൂർ ജാമ്യം കോടതി റദ്ദാക്കിയതോടുകൂടി പ്രതി സതീഷ് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരായിട്ടുണ്ട്. നേരത്തെ സതീഷിനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്നു, പക്ഷേ മുൻകൂർ ജാമ്യത്തെ തുടർന്ന് വിട്ടയക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ മുൻകൂർ ജാമ്യം റദ്ദാക്കിയതോടുകൂടി ഇയാൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരായി എന്നുള്ള വാർത്തയാണ് ലഭിക്കുന്നത്. ആത്മഹത്യ പ്രേരണയ്ക്കുള്ള വകുപ്പുകൾ പ്രോസിക്യൂഷൻ ചേർക്കാത്തതിൽ കോടതി നിരാശയും പ്രകടിപ്പിച്ചിട്ടുണ്ട്.